ഹലോ, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കും നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് ഒരു പുലാവാണ്. ഒരു വിസിലിൽ കുക്കറിൽ തയ്യാറാവുന്നതാണ്. നമുക്ക് എത്ര ടൈമില്ലെങ്കിലും രാവിലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണം കേട്ടോ. ഇതുപോലെ എളുപ്പമുള്ള ഇഷ്ടംപോലെ റെസിപ്പീസ് ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒരു കുക്കർ എടുക്കുക. ഇതൊരു 1 പോട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് എല്ലാ കുക്കിംഗ് പ്രോസസ്സും ഈ കുക്കറിൽ തന്നെയാണ്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് ടൈപ്പ് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഈ ചോറിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അതിടുമ്പോൾ ഒന്നുകൂടെ ഒരു ഫ്ലേവർ കിട്ടുന്നേ ഉള്ളൂ, വേണമെങ്കിൽ ഒഴിവാക്കാം. അതൊന്ന് മൂത്ത് വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് മുഴുവൻ മസാലകൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ സാദാ ജീരകം, അതോടൊപ്പം 1 ബേ ലീഫ്, 2 കഷ്ണം പട്ട, 1 സ്റ്റാർ അനീസ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 ഏലയ്ക്ക. ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് ഒന്ന് പൊട്ടട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 7-8 കശുവണ്ടിയും കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് എല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോരുത് കേട്ടോ. ഇത് കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ റൈസിൻ്റെ ടേസ്റ്റ് മുഴുവനും പോകും. ഇതെല്ലാം ഒന്ന് മൂത്ത് ഇതിൻ്റെ എല്ലാം കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 സവാള നേരിയ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എരിവിന് വേണ്ടി 2 പച്ചമുളക് ചേർക്കാം. ഞാനിതിലേക്ക് എരിവിന് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ പച്ചമുളക് ഒട്ടും എരിവ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഞാൻ എൻ്റെ 1.5 വയസ്സുള്ള മകനും എൻ്റെ 6 വയസ്സുള്ള മകനും വേണ്ടിയിട്ട് ഇന്നുണ്ടാക്കിയതാണിത്. അവർക്ക് സഹിക്കാവുന്ന എരിവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സവാളയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചതച്ചതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഈ തക്കാളി നന്നായി വെന്തുടയുന്ന വരെ ഇതിൽ കിടന്നൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ. വേണമെങ്കിൽ ആ സ്റ്റേജിൽ നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി ഉടഞ്ഞ് കിട്ടും. തക്കാളി ഉടഞ്ഞതിന് ശേഷം 1 ക്യാപ്സിക്കം, ഒരു വലിപ്പമുള്ള ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കം ചേർക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ മന്തിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ റൈസിന്. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ഒരു 2 കതിർപ്പ് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ക്യാപ്സിക്കമൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വെള്ളം വാർന്നു പോയതാണ് കേട്ടോ. 1 കപ്പ് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതൊന്ന് വറുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അരി ഒന്നിനോടൊന്ന് ഒറ്റിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടും. കണ്ടില്ലേ, അരിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ബാസ്മതി അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം ശ്രദ്ധിക്കുക. ഇത് എക്സാക്റ്റ് സെയിം ആണ്. ഇതങ്ങനെയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചോറ് കിട്ടും. വെള്ളം കൂടി പോരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, ഉപ്പ് കൂടി പോരുത്. ഇനി നമുക്ക് കുക്കർ അടച്ച് 1 വിസിൽ വരുന്നവരെ ഇത് വേവിക്കാം. ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി. ഇപ്പോൾ 1 വിസിലടിച്ച് ഇതിലെ പ്രഷറെല്ലാം പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ തുറന്ന് കാണിക്കാം. നമ്മുടെ റൈസെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നിനോടൊന്നും ഒട്ടാതെ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ല മണമുള്ള നല്ല ഫ്ലേവർഫുള്ളായിട്ട് റൈസാണ്. വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന സമയമല്ലേ, നമുക്ക് ഇങ്ങനെയുള്ള റെസിപ്പീസ് ഇഷ്ടം പോലെ ആവശ്യം വരും. നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഫുഡ് കഴിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. ഒരു തരി പോലെ ഇനി ഇത് വെള്ളമില്ല കേട്ടോ. വെള്ളമെല്ലാം നന്നായിട്ട് നമ്മുടെ റൈസ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കാം കേട്ടോ. ഇനി നമുക്ക് നാളെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇതുപോലെ എളുപ്പമുള്ള റെസിപ്പി ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ബൈ.